15 മാസങ്ങൾ നീണ്ട നരകയാതനകൾ. 15 മാസങ്ങൾക്കിപ്പുറം ഗാസ ശാന്തമാക്കുകയാണ്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. 6 മണിക്കൂറിലേറെ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഇസ്രയേലിന്റെ പൂർണ്ണ മന്ത്രിസഭ ഹമാസുമായുള്ള കരാറിന് അന്തിമ അംഗീകാരം നൽകിയത്. ഖത്തറിന്റെ മധ്യസ്ഥതയിലാണ് വെടിനിർത്തലിന് വിരാമമായത്. 3 ഘട്ടത്തിലുള്ള കരാറിന്റെ ആദ്യഘട്ടം 42 ദിവസമാണ്. ഈ കാലയളവിൽ 33 ബന്ദികളെ ഹമാസ് വിട്ടയക്കും. അതിനു പകരമായി 1900 തടവുകാരെയാണ് ഇസ്രയേൽ മോചിപ്പിക്കുക. ഇസ്രയേൽ തടവിലാക്കിയിട്ടുള്ള മുഴുവൻ സ്ത്രീകളെയും കുട്ടികളെയും ആദ്യഘട്ടത്തിൽ തന്നെ വിട്ടയക്കും. ആദ്യ ദിവസം സ്ത്രീകളായ 3 ബന്ദികളെയും 7-ാമത്തെ ദിവസം 4 പേരെയും പിന്നീടുള്ള 5 ദിവസങ്ങളിലായി 26 പേരെയും ഹമാസ് മോചിപ്പിക്കും. ഇസ്രയേൽ പലസ്തീൻ യുദ്ധത്തിന്റെ നാൾവഴികൾ ഇങ്ങനെയാണ്. 2023 ഒക്ടോബർ 7 തെക്കൻ ഇസ്രയേലിൽ ഹമാസ് നടത്തിയ മിന്നലാക്രമണത്തിൽ 1200 പേർ കൊല്ലപ്പെടുകയും 1100 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 250 പേരെ ഹമാസ് ബന്ദികളാക്കി. ഒക്ടോബർ 8 ഹമാസിനെതിരെ ഇസ്രയേൽ യുദ്ധപ്രഖ്യാപനം നടത്തി. ഗാസയിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിച്ചു. വ്യോമാക്രമണവും ഉപരോധവും ഇസ്രായേൽ ശക്തമാക്കി. ഇതോടെ ഗാസയിൽ നിന്ന് അഭയാർത്ഥികൾ പലായനം തുടങ്ങി. ഒക്ടോബർ 14 വടക്കൻ ഗാസയിൽ നിന്ന് ഒഴിഞ്ഞുപോകാൻ പാലസ്തീനികളോട് ഇസ്രായേൽ അന്ത്യശാസനം നടത്തുന്നു. ഇതിനെ തുടർന്ന് തെക്കൻ ഭാഗത്തേക്ക് പലസ്തീനികളുടെ കൂട്ടപലായനം തുടങ്ങി. ഒക്ടോബർ 24 ഗാസയിൽ ആകെയുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ 3-ൽ 2 ഭാഗവും അടച്ചു. ഇതോടെ പരിക്കേറ്റവരുടെ ജീവിതം നരകതുല്യമായി. ഒക്ടോബർ 28 യുദ്ധക്കെടുതികൾ അനുഭവിക്കുന്നവർക്ക് ജീവകാരുണ്യ സഹായം എത്തിക്കാൻ ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ഐക്യരാഷ്ട്രസഭ പ്രമേയം പാസാക്കി. ഇത് സംബന്ധിച്ചുള്ള വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നു. നവംബർ 23 ഖത്തറിന്റെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഒരാഴ്ച നീണ്ട വെടിനിർത്തലിനിടയിൽ 105 ബന്ദികളെ ഹമാസും 240 പലസ്തീൻ തടവുകാരെ ഇസ്രയേലും വിട്ടയച്ചു. ഡിസംബർ 1 ഒരാഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തലിനു ശേഷം ഇസ്രയേൽ വീണ്ടും ആക്രമണം തുടങ്ങി. ഇതോടെ ഗാസയിൽ മരണം 15,000 കവിഞ്ഞു. 2024 ജനുവരി 2 ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രയേൽ ഡ്രോൺ ആക്രമണം നടത്തി. ഈ ആക്രമണത്തിൽ ഹമാസിന്റെ രാഷ്ട്രീയ കാര്യ ഉപമേധാവി സാലിഹ് അൽ അരൂരി അടക്കം 4 പേർ കൊല്ലപ്പെട്ടു. ജനുവരി 21 ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം 25,000 കടന്നു. ഫെബ്രുവരി 14 ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയിൽ നടത്തിയ വെടിനിർത്തൽ ചർച്ച പരാജയപ്പെട്ടു. മാർച്ച് 9 ഹമാസ് നേതൃനിരയിലെ രണ്ടാമനായ മർവൻ ഈസ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. മാർച്ച് 25 ഗാസയിൽ വെടിനിർത്തലും ജീവകാരുണ്യ സഹായങ്ങളും ആവശ്യപ്പെടുന്ന പ്രമേയം UN രക്ഷാസമിതി പാസാക്കി. 15 അംഗ സമിതിയിലെ 14 അംഗങ്ങളും പ്രമേയത്തെ അനുകൂലിച്ചെങ്കിലും US ഇതിൽ നിന്ന് വിട്ടുനിന്നു. ഏപ്രിൽ 7 യുദ്ധം തുടങ്ങിയിട്ട് 6 മാസങ്ങൾ പിന്നിട്ടതോടെ ഗാസയിൽ 84% ആശുപത്രികളും തകർന്നു. മെയ് 12 കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം 35,000 കവിഞ്ഞു. ജൂലൈ 31 ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹനിയ ഇറാൻ സന്ദർശനത്തിനിടയിൽ കൊല്ലപ്പെട്ടു. ഓഗസ്റ്റ് 26 US-ന്റെയും ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ നടത്തിയ സമാധാന ചർച്ച പരാജയപ്പെട്ടു. സെപ്റ്റംബർ 1 പലസ്തീനിൽ പോളിയോ വാക്സിനേഷന് വേണ്ടി ദിവസവും പകൽ 8 മണിക്കൂർ വെടിനിർത്തലിനായി ഹമാസും ഇസ്രയേലും തയ്യാറായതോടെ ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ വാക്സിൻ വിതരണം നടത്തി. സെപ്റ്റംബർ 2 ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പരാജയപ്പെട്ടു എന്നാരോപിച്ച ഇസ്രയേലിൽ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടു. സെപ്റ്റംബർ 17-18 ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹിസ്ബുല്ലയെ ലക്ഷ്യമിട്ട ലെബനനിലും സിറിയയിലും ഇസ്രായേൽ നടത്തിയ സ്ഫോടനങ്ങളിൽ 3000-ഓളം പേജറുകളും വോക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചു. സെപ്റ്റംബർ 27 ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രുള്ള ലെബനനിലെ ബെയ്റൂട്ടിൽ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഒക്ടോബർ 1 ഇസ്രായേലിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ലെബനനിൽ ഇസ്രായേൽ കരമാർഗം ആക്രമണം തുടങ്ങി. ഒക്ടോബർ 7 യുദ്ധം തുടങ്ങിയിട്ട് 1 വർഷം പൂർത്തിയായി. ഒക്ടോബർ 17 വടക്കൻ ഗാസയിൽ ഇസ്രയേൽ ബോംബാക്രമണത്തിൽ ഹമാസ് മേധാവി യഹ്യ സിൻവർ കൊല്ലപ്പെട്ടു. നവംബർ 6 ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോയാവ് ഗാലന്റിനെ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പുറത്താക്കി. നവംബർ 9 വെടിനിർത്തൽ ചർച്ചയുടെ മധ്യസ്ഥ ശ്രമത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് ഖത്തറിന്റെ അറിയിപ്പ്. നവംബർ 27 ഇസ്രയേലും ലെബനനിലെ ഹിസ്ബുല്ലയും തമ്മിൽ US-ന്റെയും ഫ്രാൻസിന്റെയും മധ്യസ്ഥതയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഡിസംബർ 16 ഗാസയിൽ മരണം 45,000 കടന്നു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിനായി US, ഖത്തർ, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങൾ ഊർജിതമാക്കി. 2025 ജനുവരി 8 ബന്ദികളെ കൈമാറുന്നതിൽ ഹമാസ് പരാജയപ്പെട്ടാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ജനുവരി 11 ഡൊണാൾഡ് ട്രംപ് ചുമതലയേൽക്കുന്ന ജനുവരി 20 മുൻപ് സമാധാന കരാറിൽ ധാരണയിലെത്താൻ അവസാനഘട്ട ചർച്ച നടക്കുന്നു.
ജനുവരി 15 വെടിനിർത്തൽ കരാർ ഇസ്രയേലും ഹമാസും അംഗീകരിച്ചെന്ന് ഖത്തർ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നു. യുദ്ധം തുടങ്ങുമ്പോൾ ഗാസയിലെ ജനസംഖ്യ ഏകദേശം 22.5 ലക്ഷമായിരുന്നു. ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 2024 അവസാനം ഗാസയിലെ ജനസംഖ്യ 21 ലക്ഷമായി കുറഞ്ഞു. യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ടതും പലായനം ചെയ്തതും ഏകദേശം 1.5 ലക്ഷത്തോളം പേർ. വെസ്റ്റ് ബാങ്കിലെ 34 ലക്ഷം ഉൾപ്പെടെ പലസ്തീനിലെ മൊത്തം ജനസംഖ്യ 55 ലക്ഷമാണ്. 2023 ഒക്ടോബർ 7 മുതൽ 2025 ജനുവരി 16 വരെ 46,788 പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്ന് കണക്കുകൾ പറയുന്നു. അതായത് ആകെ ജനങ്ങളിൽ 50 പേരിൽ ഒരാൾ വീതം മരണപ്പെട്ടു എന്നർത്ഥം. ഏകദേശം 11,000 പേരെ കാണാതായി. 1,10,453 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം. അതായത് ആകെ ജനസംഖ്യയിൽ 20 പേരിൽ ഒരാൾക്ക് വീതം പരിക്കേറ്റു. ഇവരിൽ 4-1 പേർക്കും ഇനി സാധാരണ ജീവിതം നയിക്കാൻ കഴിയില്ലെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ വെളിപ്പെടുത്തൽ. 19 ലക്ഷത്തിലധികം പേർ അഭയാർത്ഥികളായി തീർന്നു. ഇത് ആകെ ജനസംഖ്യയുടെ 84% വരും. അഭയാർത്ഥികളിൽ 80% പേരും വസ്ത്രങ്ങളോ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സൗകര്യങ്ങളോ ഇല്ലാതെ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നു. ഇതിൽ 50,000-ഓളം പേർ കഴിയുന്നത് വെള്ളപ്പൊക്ക സാധ്യതയുള്ള ക്യാമ്പുകളിലാണ്. ഒരാൾക്ക് കുറഞ്ഞത് 3.5 ചതുരശ്ര മീറ്റർ വേണമെന്നിരിക്കെ ക്യാമ്പുകളിൽ ഒരാൾക്ക് 1.5 ചതുരശ്ര മീറ്റർ സ്ഥലം മാത്രമാണ് ലഭ്യമാകുന്നത്. 3,40,500-ഓളം പേർ അതീവ ഗുരുതരമായ പട്ടിണിയിലാണ്. ഏകദേശം 85,000 ടൺ സ്ഫോടക വസ്തുക്കൾ ഇതുവരെ ഗാസയിൽ പതിച്ചിട്ടുണ്ടെന്ന് പലസ്തീൻ എൻവയൺമെന്റൽ ക്വാളിറ്റി അതോറിറ്റിയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. 42 ദശലക്ഷം ടൺ സ്ഫോടനാവശിഷ്ടങ്ങൾ വരുമെന്നും ഇത് നീക്കം ചെയ്യാൻ കുറഞ്ഞത് 10 വർഷം വേണ്ടിവരുമെന്നും UNDPയും വിലയിരുത്തുന്നു. ഗാസയിലെ ജനസംഖ്യയിൽ 47% പേരും, അതായത് 10,57,000 പേർ കുട്ടികളാണെന്നാണ് കണക്ക്. 2025 ജനുവരി 8 വരെ 17,655 കുട്ടികൾ അസുഖം മൂലം മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തു. 21,000 കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് കണക്ക്. 19,000 കുട്ടികൾ പൂർണ്ണമായും അനാഥരായി. 10 ലക്ഷം കുട്ടികൾക്ക് മാനസികാരോഗ്യ സഹായം ആവശ്യമുണ്ടെന്ന് UN പറയുന്നു. 88% സ്കൂളുകൾ തകരുകയും 6.25 ലക്ഷം കുട്ടികൾക്ക് പഠനമാർഗം നഷ്ടപ്പെടുകയും ചെയ്തു. ഓരോ ദിവസവും 10 കുട്ടികൾക്ക് കാലുകൾ നഷ്ടപ്പെടുന്നതായി UN പലസ്തീൻ അഭയാർത്ഥി സംഘടന പറയുന്നു. ഇസ്രയേലിന്റെ ഉപരോധം കാരണം അനസ്തേഷ്യ പോലും നൽകാതെയാണ് ശസ്ത്രക്രിയകൾ പോലും നടത്തുന്നത്. 2024 ഡിസംബർ 31 വരെയുള്ള കണക്കനുസരിച്ച് 12,048 സ്ത്രീകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 92% വീടുകളും 80% കെട്ടിടങ്ങളും 68% കൃഷിയിടങ്ങളും റോഡുകളും 50% ആശുപത്രികളും തകർന്നു. 840 സൈനികർ ഉൾപ്പെടെ 1,700 ഇസ്രയേൽ പൗരന്മാരാണ് ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് എന്നാണ് അനൗദ്യോഗിക വിവരം. എന്നാൽ യുദ്ധത്തിൽ ആകെ എത്ര സൈനികർ കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. 251 പേരെ ഹമാസ് ബന്ദികളാക്കുകയും 2023 വെടിനിർത്തൽ കരാർ അനുസരിച്ച് 109 പേരെ വിട്ടയക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് 467 ദിവസങ്ങൾ നീണ്ട യുദ്ധം ബാക്കിവെച്ചത്. പലസ്തീനികളോ ഇസ്രായേലികളോ ആയിക്കോട്ടെ, മരണപ്പെട്ടവരും പരിക്കേറ്റവരും അനാഥരായവരും ബന്ദികളാക്കപ്പെട്ടവരും ചെയ്ത കുറ്റമെന്താണ്? ലോക ചരിത്രത്തിൽ ഇന്നേ വരെ യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ട ചിലരൊഴികെ മറ്റെല്ലാവരും നിരപരാധികൾ തന്നെയായിരുന്നു. എന്നാണ് ഇതിനൊക്കെ ഒരു അറുതി ഉണ്ടാകുന്നത്. പലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിന് വിരാമമാകുമ്പോഴും ഇത് കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാണോ എന്ന് വരും ദിവസങ്ങളിൽ കാണാനിരിക്കുന്നതേയുള്ളൂ. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.